ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഡിസംബർ 12 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് എവിടെയെങ്കിലും വിജയിക്കണമെങ്കിൽ, ഏതൊരു മേഖലയിലും വിജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് പ്രാക്ടീസ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു വിഷയത്തിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ വേണ്ടതും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടത് പ്രാക്ടീസ് ആണ്. അതിന് നമുക്ക് വേണ്ടത് സമയമാണ്. നമ്മൾ എന്നും സമയം കണ്ടെത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ഇന്ന് ഡിസംബർ 12 ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കേരള ബാഗ്സ് 2 നാഷണൽ പഞ്ചായത്ത് അവാർഡ്. കേരളത്തിന് 2 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ. ഇന്നലെയായിരുന്നു, ഡിസംബർ 11 തീയതിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നാഷണൽ പഞ്ചായത്ത് അവാർഡുകൾ നൽകി ആദരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. 2022-23 ദേശീയ പഞ്ചായത്ത് അവാർഡുകളിൽ കേരളത്തിന് എത്ര അവാർഡുകൾ ലഭിച്ചു? 2 അവാർഡുകൾ. 2022-23 ദേശീയ പഞ്ചായത്ത് അവാർഡുകളിൽ കേരളത്തിന് 2 അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെയായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ അവാർഡുകൾ നൽകി ആദരിച്ചിട്ടുള്ളത്. ദീൻ ദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാർ 2022-23 ലഭിച്ച കേരളത്തിലെ ഏത് പഞ്ചായത്താണ്? മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് എന്ന പഞ്ചായത്തിനാണ് 2022-23 ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാർ ലഭിച്ചിട്ടുള്ളത്. ഇന്നലെയായിരുന്നു ഈ അവാർഡ് ദാന ചടങ്ങ് നടന്നിട്ടുള്ളത്. കേരളത്തിലെ ഏത് സ്ഥാപനമാണ് 2022-23 പഞ്ചായത്ത് ക്ഷാമ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കില. കില എന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഞ്ചായത്ത് ക്ഷാമ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയിട്ടുള്ളത്. 2 അവാർഡ് ആണ് കേരളം നേടിയിട്ടുള്ളത്. ഒന്ന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് എന്ന പഞ്ചായത്തും കില എന്ന കേരളത്തിലെ ഒരു ഓർഗനൈസേഷനും. ഈ വർഷം 2024 ദേശീയ പഞ്ചായത്ത് അവാർഡ് നൽകി രാജ്യത്തെ എത്ര പഞ്ചായത്തുകളെ ആദരിച്ചു? 45 മാതൃകാ പഞ്ചായത്തുകൾ. ഇപ്പൊ ഇന്നലെ നടന്നിട്ടുള്ള ചടങ്ങിൽ 45 എക്സംപ്ലറി പഞ്ചായത്തിനെയാണ് ആദരിച്ചിട്ടുള്ളത്. ഇതിൽ മഹാരാഷ്ട്ര, ഒഡീഷ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾക്ക് 7 അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. കേരളമാണെങ്കിൽ 2 അവാർഡ് ആണ് നേടിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് 4 അവാർഡ്, ആസാം 2 അവാർഡ്, ബീഹാർ 3 എന്നിങ്ങനെ പോകുന്നു. 15 സംസ്ഥാനങ്ങളിലായിട്ട് 45 അവാർഡ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നൽകിയിട്ടുള്ളത് ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാർ ആണ്. 27 പഞ്ചായത്തിനാണ് ഈ അവാർഡ് നൽകിയിട്ടുള്ളത്. 2022-23 ദേശീയ പഞ്ചായത്ത് അവാർഡുകളിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണം എന്നതിന് കീഴിൽ എത്ര തീമുകൾ ഉണ്ട്? 9 തീമുകൾ. 9 തീമുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് നിശ്ചയിക്കുന്നത്. ഈ 9 തീമുകൾ ആണ്: പോവർട്ടി ഫ്രീ ആൻഡ് എൻഹാൻസ്ഡ് ലിവ്ലിഹുഡ് പഞ്ചായത്ത്, ഹെൽത്തി പഞ്ചായത്ത്, ചൈൽഡ് ഫ്രണ്ട്ലി പഞ്ചായത്ത്, വാട്ടർ സഫിഷ്യന്റ് പഞ്ചായത്ത്, ക്ലീൻ ആൻഡ് ഗ്രീൻ പഞ്ചായത്ത്, സെൽഫ് സഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ പഞ്ചായത്ത്, സോഷ്യലി സെക്യൂർഡ് പഞ്ചായത്ത്, പഞ്ചായത്ത് വിത്ത് ഗുഡ് ഗവേർണൻസ്, വുമൺ ഫ്രണ്ട്ലി പഞ്ചായത്ത് എന്നിവയെല്ലാം. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ മേഖലയിലും, അതായത് പോവർട്ടി, ഹെൽത്തായി ബന്ധപ്പെട്ട് കുട്ടികളായിട്ട് ഫ്രണ്ട്ലി പഞ്ചായത്താണോ, ജലലഭ്യത, ക്ലീൻ, അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ ക്വാളിറ്റി, പഞ്ചായത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ, വനിതകളുമായിട്ടുള്ള ആ ഫ്രണ്ട്ലി, ഇവയെല്ലാം നോക്കിക്കൊണ്ടുള്ള ഒരു കാറ്റഗറി 9 തീംസ് ആണ് നോക്കിക്കൊണ്ടാണ് ഈ അവാർഡുകൾ നിശ്ചയിക്കുന്നത്. ഇത് പ്രകാരമാണ് കേരളത്തിന് 2 അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ലേറ്റ് ടു ഹോസ്റ്റ് ഇൻ ജാനുവരി, ഗുൽമാർഗ് ഇൻ ഫെബ്രുവരി. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ജനുവരിയിൽ ലേ, ഫെബ്രുവരിയിൽ ഗുൽമാർഗ്. ഇപ്പൊ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് വരാൻ പോകുന്ന 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ജമ്മു കാശ്മീരിൽ 2 സ്ഥലങ്ങളിലാണ്, ഒന്ന് ലേയിലും മറ്റൊന്ന് ഗുൽമാർഗിലും. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2025 ഏത് 2 സ്ഥലങ്ങളിലാണ് ആദ്യത്വം വഹിക്കുന്നത്? ലേയും ഗുൽമാർഗും. ജമ്മു കാശ്മീരിലെ 2 പ്രദേശങ്ങളിലാണ് ലേ, ഗുൽമാർഗ്. ഇവിടെ വെച്ചാണ് 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടക്കാൻ പോകുന്നത്. ജനുവരി 23 മുതൽ ജനുവരി 27, 2025 വരെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2025 കീഴിൽ ലേ ഏത് ഇവന്റുകൾ നടത്തും? ഐസ് ഇവന്റുകൾ. ഐസ് എന്ന ഈവന്റ് നടക്കാൻ പോകുന്നത് ഖേലോ ഇന്ത്യയുടെ ലേ എന്ന പ്രദേശത്താണ്. ജനുവരി 23 മുതൽ 27 വരെ, 2025 ജനുവരി 23 മുതൽ 27 വരെ
2025 ഫെബ്രുവരി 22 മുതൽ 25 വരെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2025 കീഴിൽ ഗുൽമാർഗ് ഏത് ഇവന്റുകൾ നടത്തും? സ്നോ ഇവന്റ്സ്. ഇപ്പൊ സ്നോ ആയി ബന്ധപ്പെട്ട ചില ഈവന്റ്സ് ആണ് ഗുൽമാർഗിൽ നടക്കാൻ പോകുന്നത്. ലേയിലാണെങ്കിൽ ഐസ് ആയി ബന്ധപ്പെട്ട് ഐസ് ഹോക്കി ഇവയെല്ലാം സ്നോ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ സ്കേറ്റിംഗ് എല്ലാം വരുന്നത് സ്നോ ഇവന്റ്സ് ആണ്. ഐസ് ഗെയിംസ് നടക്കാൻ പോകുന്നത് ജനുവരിയിലാണ്. ആദ്യത്തെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ആരംഭിച്ച വർഷം 2020. 2020 വിന്റർ ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. ഖേലോ ഇന്ത്യ 4 ടൈപ്പ് ഗെയിംസ് ആണുള്ളത്. ഒന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. ഈ 4 തരത്തിലുള്ള ഗെയിംസിൽ വിന്റർ ഗെയിംസ് ആണ് ഈ വരാൻ പോകുന്ന ജനുവരിയിൽ ലേ ഗുൽമാർഗിൽ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഈഗിൾ നെസ്റ്റ് ബേർഡ് ഫെസ്റ്റിവൽ ഓൺ 5th 6th of March 2025. 2025 മാർച്ച് 5, 6 ഈഗിൾ നെസ്റ്റ് പക്ഷിയോത്സവം. ഈഗിൾ നെസ്റ്റ് ബേർഡ് ഫെസ്റ്റിവൽ ഇത് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബേർഡ് ഫെസ്റ്റിവൽ ആണ്. ഇത് ഏത് സംസ്ഥാനത്തിന്റെ ഒരു ബേർഡ് ഫെസ്റ്റിവൽ ആണ് ഈഗിൾ നെസ്റ്റ് ബേർഡ് ഫെസ്റ്റിവൽ? നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എല്ലാ വർഷവും ഈഗിൾ നെസ്റ്റ് ബേർഡ് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഈഗിൾ നെസ്റ്റ് ബേർഡ് ഫെസ്റ്റിവൽ. ഇതെല്ലാ വർഷവും നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. ഈഗിൾ നെസ്റ്റ് ബേർഡ് ഫെസ്റ്റിവലിന്റെ 4ാമത്തെ പതിപ്പ് 2025 ജനുവരി 17 മുതൽ 19 വരെ ഏത് 2 ഗ്രാമങ്ങളിലാണ് നടക്കുന്നത്? ഖെല്ലോങ്, തോങ്കറി ഗ്രാമം. അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കെമിങ് ജില്ലയിലുള്ള 2 ഗ്രാമങ്ങളാണ് ഖെല്ലോങ്, തേങ്ഗ്രോ എന്ന 2 ഗ്രാമങ്ങൾ. ഇവിടെ വെച്ചാണ് 4ാമത്തെ ഈഗിൾ നെസ്റ്റ് ബേർഡ് ഫെസ്റ്റിവൽ ജനുവരി 17 മുതൽ 19 വരെ നടക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഈഗിൾ നെസ്റ്റ് ബേർഡ് ഫെസ്റ്റിവൽ. ഈ ഒരു ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിലെ ഒരു ഫെസ്റ്റിവൽ ആണ്. അരുണാചൽ പ്രദേശിലെ ഏത് ജില്ലയിലാണ് ഈഗിൾ നെസ്റ്റ് വന്യജീവി സങ്കേതം? വെസ്റ്റ് കെമിങ് ജില്ല. ഈഗിൾ നെസ്റ്റ് ബേർഡ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞെങ്കിൽ ഈഗിൾ നെസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇത് അരുണാചൽ പ്രദേശിലെ ഒരു വന്യജീവി സങ്കേതമാണ്. വെസ്റ്റ് കെമിങ് ഡിസ്ട്രിക്റ്റിലാണ് ഈഗിൾ നെസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. ഏതാണ്ട് 500ഓളം ജീവികളുള്ള, അതായത് പക്ഷികളും ജന്തുക്കളുമുള്ള ഒരു വലിയൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഈഗിൾ നെസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈഗിൾ എന്ന പേരുള്ള ഒരു ആർമി യൂണിറ്റ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു പ്രദേശത്തിന് ഈഗിൾ നെസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പേര് വന്നിട്ടുള്ളത്. അരുണാചൽ പ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പേമ ഖണ്ഡു. പേമ ഖണ്ഡു ആണ് അരുണാചൽ എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ഈ കഴിഞ്ഞ ദിവസമാണ് ഈഗിൾ നെസ്റ്റ് ഫെസ്റ്റിവലിന് വേണ്ടിയുള്ള ലോഗോ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി റിലീസ് ചെയ്തിട്ടുള്ളത്. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഇറ്റാനഗർ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് യുണിസെഫ് ഫൗണ്ടേഷൻ ഡേ 2024 78th ആനിവേഴ്സറി ഓഫ് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട്. യുണിസെഫ്. യുണിസെഫ് എന്നാൽ യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ഈ ഒരു സ്ഥാപനത്തിന്റെ 78ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ 11. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എല്ലാ വർഷം ഏത് തീയതിയിലാണ് യുണിസെഫ് സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്? ഡിസംബർ 11. ഡിസംബർ 11 യുണിസെഫ്, അതായത് യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ടിന്റെ സ്ഥാപക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി യുണിസെഫ് സ്ഥാപിച്ച വർഷം 1946. 1946 ഡിസംബർ 11 യുണിസെഫ് ഫൗണ്ടേഷൻ, യുണിസെഫ് എന്ന ഓർഗനൈസേഷൻ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. യുണിസെഫിന്റെ സ്ഥാപകൻ ആരാണ്? UNGA ആൻഡ് ലുഡ്വിഗ് റാച്ച്മൻ. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയും പോളിസ് ഫിസിഷ്യനും ബാക്ടീരിയോളജിസ്റ്റുമായിട്ടുള്ള ലുഡ്വിഗ് റാച്ച്മൻ ആണ്. ഏത് തീയതിയിലാണ് യുണിസെഫ് ലോക ശിശുദിനം ആഘോഷിക്കുന്നത്? 20 നവംബർ. വേൾഡ് ചിൽഡ്രൻസ് ഡേ ഇത് യുണിസെഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആണ്. എല്ലാ വർഷം നവംബർ 20 വേൾഡ് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ന്യൂസ് ഹെഡിംഗ് ആണത്. ഗുവാഹട്ടി മാസ്റ്റേഴ്സ് 2024 അശ്വനി തനിഷ് പെയർ സതീഷ് കുമാർ വിൻസ് ടൈറ്റിൽ. ഏറ്റവും അടുത്ത് നടന്നിട്ടുള്ള ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് ഗുവാഹട്ടി മാസ്റ്റേഴ്സ് 2024. ഇതിൽ വിജയിച്ച വ്യക്തികളാണ് അശ്വനി, തനിഷ, സതീഷ് കുമാർ എന്നിവരെല്ലാം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗുവാഹട്ടി മാസ്റ്റേഴ്സ് 2024 ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? സതീഷ് കരുണാകരൻ.
ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഗുവാഹട്ടി മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സിംഗിൾസ് മത്സരം. ഇത് നേടിയിട്ടുള്ളത് സതീഷ് കരുണാകരൻ ആണ്. ഗുവാഹട്ടി മാസ്റ്റേഴ്സ് 2024 ബാഡ്മിന്റൺ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? അശ്വിനി പൊന്നപ്പയും തനിഷ് ക്രോസ്റ്റയും. അശ്വിനി പൊന്നപ്പ തനിഷ് ക്രോസ്റ്റയുടെ ഡബിൾസ് അവരാണ്. ആ ഒരു ജോഡിയാണ് ഗുവാഹട്ടി മാസ്റ്റേഴ്സ് 2024 ബാഡ്മിന്റൺ ഡബിൾസ് കിരീടം നേടിയിട്ടുള്ളത്. ആദ്യത്തെ ഗുവാഹട്ടി മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നടന്ന വർഷം 2023. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഗുവാഹട്ടി മാസ്റ്റേഴ്സ് എന്ന ബാഡ്മിന്റൺ ടൂർണമെന്റ് ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം ഇത് രണ്ടാമത്തെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ്. ഇതിലാണ് സതീഷ് കരുണാകരൻ സിംഗിൾസ് കിരീടം നേടിയിട്ടുള്ളത്. ഡബിൾസിലാണെങ്കിൽ അശ്വിനി പൊന്നപ്പയും തനിഷ് ക്രോസ്റ്റയും. ഇന്നത്തെ കറണ്ട് പോസ്റ്റിലെ ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഹെഡിംഗ് ആണ് ഡിസംബർ 6 പ്രൊക്ലെയിം ഡേ ഓഫ് റിമെമ്പറൻസ് ഫോർ മഹാത്മാഗാന്ധി ഇൻ ദി US. ഡിസംബർ 6 US-ൽ മഹാത്മാഗാന്ധിയുടെ സ്മരണ ദിനമായി പ്രഖ്യാപിച്ചു. ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കറണ്ട് പോസ്റ്റിലെ അവസാനത്തെ ഹെഡിംഗ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡിസംബർ 6 മഹാത്മാഗാന്ധി അനുസ്മരണ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് US സ്റ്റേറ്റ് ആണ്? നെബ്രാസ്ക. നെബ്രാസ്ക എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് ആണ് ഡിസംബർ 6 മഹാത്മാഗാന്ധി അനുസ്മരണ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഡേ. ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് നെബ്രാസ്കയുടെ ഗവർണർ ആണ്. നെബ്രാസ്കയുടെ ഗവർണർ ആരാണ്? ജിം പില്ലൻ. ജിം പില്ലൻ ആണ് നെബ്രാസ്കയുടെ ഗവർണർ. അദ്ദേഹമാണ് ഡിസംബർ 6 മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് നെബ്രാസ്ക എന്ന സ്റ്റേറ്റിൽ മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഡേ ആയിട്ട് ആഘോഷിച്ചു. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 22 ജനറൽ നോളേജും കറണ്ട് അഫയേഴ്സുമാണ് ഇവിടെ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.